അദ്ദേഹത്തെ കേസിൽ കുടുക്കി പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും സധൈര്യം രാഹുൽ ഗാന്ധി മതേതര ഇന്ത്യയുടെ മുഖമായി നേതാവായി മുന്നോട്ട് പോവുകയാണ്. രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റ് അംഗത്വം, വയനാട്ടിൽ നിന്നുള്ള പാർലമെന്റ് അംഗത്വം റദ്ദ് ചെയ്യാൻ നടത്തിയ കുൽസിത ശ്രമങ്ങൾ ഇന്ത്യ രാജ്യം കണ്ടതാണ്. എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയോട് ഇത്തരത്തിലുള്ളൊരു വിരോധം? രാഹുൽ ഗാന്ധി അവരുടെ നയങ്ങളെ എതിർക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ വയനാട്ടിലെ പാർലമെന്റ് അംഗത്വം റദ്ദ് ചെയ്തു. മണിക്കൂറുകൾ, ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിപ്പിക്കുന്ന, ഒരിക്കലും കേട്ടുകേൾവിയില്ലാത്ത, യാതൊരു തരത്തിലുള്ള പ്രീസിഡന്റും കീഴ്വഴക്കവുമില്ലാത്തൊരു നിലപാടിലേക്കാണ് BJP ഗവൺമെൻറ് പോയത്. ഇതെല്ലാം രാജ്യത്തെ ജനങ്ങൾക്ക് നന്നായി അറിയാം. ഭാരത് ജോഡോ യാത്ര നടത്തി തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ മുന്നണിക്ക്, ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകി മികച്ച വിജയം ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പിൽ നേടി പ്രതിപക്ഷത്ത് നിന്നുകൊണ്ട് സർക്കാരിനെതിരായി, ഇപ്പോൾ അടുത്ത കാലത്തെ വിദേശ നയങ്ങൾക്കെതിരായി, അമേരിക്കയ്ക്ക് കീഴടങ്ങുന്ന ഇന്ത്യ ഗവൺമെൻറ് നയങ്ങൾക്കെതിരായി ശക്തമായി ശബ്ദിച്ചത്, പാർലമെന്റിൻ്റെ അകത്തും പുറത്തും ശബ്ദിച്ചത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലാണ്. ലോക്സഭയുടെ സ്പീക്കർ സ്വീകരിക്കുന്ന പക്ഷപാതപരമായ നിലപാട് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗങ്ങൾ തടസ്സപ്പെടുത്തുന്ന നിലപാടാണ്. പ്രതിപക്ഷ നേതാവിനെ സംസാരിക്കാൻ അനുവദിക്കാത്ത BJPയുടെ നിലപാട്, അത് സ്പീക്കർ അംഗീകരിച്ചു കൊടുക്കുന്നതിൻ്റെ പേരിലാണ് സ്പീക്കർക്കെതിരായിട്ട് അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത്. കോൺഗ്രസ് പാർട്ടി നേതൃത്വം നൽകിക്കൊണ്ടാണ്. കോൺഗ്രസിൻ്റെ കേരളത്തിൽ നിന്നുള്ള MPമാരെ ഉൾപ്പെടെയാണ് സ്പീക്കർ സസ്പെൻഡ് ചെയ്തത്. ഇതെല്ലാം വളരെ പ്രകടമാകുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതിൻ്റെ നേതാവ് രാഹുൽ ഗാന്ധിയുമാണ് രാജ്യത്തെ BJP സർക്കാരിനെതിരായി അതിശക്തമായി പോരാടുന്നത്. പിണറായി വിജയൻ ഒത്തുകളിക്കുകയാണ്, BJPയുമായിട്ട് ഒത്തുകളിക്കുകയാണ്. അതാണ് ലാവ്ലിൻ കേസ് നീട്ടിക്കൊണ്ടുപോകുന്നത്. അതാണ് സ്വർണ്ണ കള്ളക്കടത്ത് കേസ് ഇപ്പോൾ അത് ആവിയായി പോകുന്നത്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കും മകനുമെതിരെയുള്ള ED അന്വേഷണം മരവിപ്പിച്ച് നിർത്താൻ അവർക്ക് സാധിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യത്തിലെല്ലാം ആരുമായിട്ടാണ് ബന്ധം? പ്രധാനമന്ത്രിയെ എതിർക്കാൻ ഒരു വാക്ക് പോലും പറയുന്നില്ല. എന്നാൽ രാഹുൽ ഗാന്ധിയെ അടിസ്ഥാനരഹിതമായിട്ട് കടന്നാക്രമിക്കുന്നു കേരളത്തിലെ മുഖ്യമന്ത്രി. ആ നയങ്ങളെ ജനങ്ങൾ ചെറുക്കുക തന്നെ ചെയ്യും. കേരളത്തിലെ നല്ലവരായ വോട്ടർമാർ മുഖ്യമന്ത്രിയുടെ ഈ തെറ്റായ സമീപനത്തെ തിരുത്താൻ അവരുടെ ബാലറ്റ് അധികാരം വിനിയോഗിക്കുക തന്നെ ചെയ്യും. വിനിയോഗിച്ച് മുഖ്യമന്ത്രിക്ക് ഇതിന് മറുപടി നൽകണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഈ സംസ്ഥാനത്ത് CPIM BJP ഡീൽ ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് അത് കൃത്യമായി ഇത്ര മണ്ഡലങ്ങളിലുണ്ട് എന്ന് പറയാവുന്ന തരത്തിലേക്കുള്ള കണക്കുകളോ അതിനുള്ള സൂചനകളോ ഉണ്ടോ? അതിപ്പോൾ ഞങ്ങൾ കൃത്യമായിട്ട് പറയുന്നില്ല. നമുക്ക് ഇതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ, ഈ നിർണായകമായ തെരഞ്ഞെടുപ്പ് സമയത്ത് തമിഴ്നാട്ടിലവരുടെ മുന്നണി വോട്ട് ചോദിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ ഇവിടെ വെച്ചുകൊണ്ടാണ്. ഇന്ത്യ മുന്നണിയുടെ നേതാവാണ് രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധിക്കെതിരെ കടന്നാക്രമിക്കുകയും പ്രധാനമന്ത്രിക്കെതിരെ അക്ഷരം പറയാതിരിക്കുകയും ചെയ്യുന്നത് തന്നെ ഇതിന്റെ പ്രകടമായ തെളിവാണ്. പാലക്കാട് ഉൾപ്പെടെ സംശയിക്കേണ്ട, കരുതേണ്ട പല മണ്ഡലങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണിയുടെ ഭാഗം കൂടിയാണല്ലോ CPM. രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നപ്പോൾ CPMനെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയൊക്കെയാണല്ലോ പ്രധാനമായും ആരോപണങ്ങൾ ഉന്നയിച്ചത്. അത് കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യങ്ങളാണ്. ശബരിമല സ്വർണ്ണക്കള്ളക്കടത്ത് ഉൾപ്പെടെ, സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ CPM സ്വീകരിക്കുന്ന തെറ്റായ നയങ്ങൾക്കെതിരെയാണ് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചത്. അങ്ങനെ പറയുമ്പോൾ CPMന് അതിനെ പ്രതിരോധിക്കാൻ CPM ബാധ്യസ്ഥരാവുകയല്ലേ ചെയ്യുന്നത്? ഞങ്ങൾ BJP എതിർത്തുകൊണ്ട് തന്നെയാണ്. CPMനെ ചില നയങ്ങളെ എതിർക്കുമ്പോൾ തന്നെ BJPയാണ് മുഖ്യശത്രു എന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ പ്രതിപാദിച്ചുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ സർക്കാരിനെ വിമർശിക്കുന്നത്. എന്നാൽ CPMന്റെ സമീപനം അതല്ല. ഒരു BJP ഒഴിവാക്കിക്കൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷത്തിന് നേതൃത്വം നൽകുന്ന രാഹുൽ ഗാന്ധിയെ മാത്രം കടന്നാക്രമിക്കുക. ഒരു തുടർഭരണം LDFിന് ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണോ BJPയുടെ ലക്ഷ്യം? അത് അവരോട് ചോദിക്കണം. അല്ല, ഈ രാജീവ് ചന്ദ്രശേഖരന്റെ വാർത്താ സമ്മേളനത്തിലും അദ്ദേഹം കൂടുതലും എതിർത്ത് പറയുന്നത് കോൺഗ്രസിനെയാണ്. CPMനെതിരെ കടുത്ത ആക്ഷേപങ്ങളൊന്നും ഉന്നയിക്കുന്നില്ല. ഈ പരസ്പര ബന്ധത്തിന്റെ സൂചനകൾ രണ്ട് ഭാഗത്തുനിന്നും പ്രകടമാകുന്നു എന്നാണ് നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ മുൻപിലുള്ള ഈ ഒരു സാഹചര്യത്തിൽ BJP CPM സഖ്യമെന്ന് ശക്തമായ ആരോപണം ഉന്നയിക്കുന്നത് യഥാർത്ഥത്തിൽ UDF മുസ്ലിം വോട്ട് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ തന്ത്രം. ഞങ്ങളെ വസ്തുതാപരമായ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിക്കുന്നതിന്റെ കൂടെ ലക്ഷ്യം എന്ത് എന്ന് അവർ വ്യക്തമാക്കണം. അതാ പറഞ്ഞത്. ഇന്നലെ മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നതിനിടയിൽ സദസ്സിൽ നിന്നൊരാൾ ചോദ്യം ചോദിക്കാൻ ശ്രമിച്ചപ്പോൾ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്
അത് അദ്ദേഹം ഈ അടുത്ത ദിവസങ്ങളിൽ പറയുന്നത് അദ്ദേഹത്തിൻ്റെ പതിവ് ശൈലിയാണ്. മാധ്യമങ്ങളോട് കടക്ക് പുറത്തെന്നല്ലേ പറഞ്ഞു. ബിഷപ്പിനോട് നീർഷജീവി എന്നല്ലേ ബിഷപ്പിനെ വിളിച്ചേ. പ്രേമേന്ദ്രനെ വിളിച്ച വാക്ക് പറയാൻ പറ്റുമോ? ജി സുധാകരനെ വിളിച്ച വാക്ക് പറയാൻ പറ്റുമോ? പുറത്ത് പറയാൻ പറ്റും. ജി സുധാകരനത് ഏറ്റെടുത്തു. ചെറ്റ എന്ന് പറഞ്ഞാൽ ചെറ്റക്കുടലിൽ ജനിച്ചവൻ എന്ന് ജി സുധാകരൻ അതൊരു അംഗീകാരമായിട്ട് ഏറ്റെടുത്തു. ഇപ്പോൾ ഇതാ ഒരു സാധാരണ CPM പ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ യോഗത്തിൽ നിന്ന് ഒരു ചോദ്യം ഉന്നയിച്ചപ്പോൾ അത് വീട്ടിൽ പോയി പറയുന്ന സമീപനം അദ്ദേഹത്തിൻ്റെ ഏകാധിപത്യ ശൈലിയുടെ പ്രകടമായിട്ടുള്ള തെളിവാണ്. ആളുകൾ കമ്പയർ ചെയ്തിട്ടുള്ളത് ഉമ്മൻചാണ്ടി ആയിരുന്നെങ്കിൽ എന്താ പറയുന്നത്, എന്താ ചോദിക്കുന്നത്, എന്താ സംശയം എന്ന് ചോദിച്ചിട്ട് ആ സംശയത്തിന് ഉത്തരം പറയുമായിരുന്നു. അങ്ങനെ പ്രസംഗത്തിനടുത്ത് ഇങ്ങനെ ചോദിക്കുന്നത് ശരിയാണോ? സദസ്സിൽ നിന്ന് അന്ന് പിന്നെ അത് പറയാം, വീട്ടിൽ പോയി ചോദിക്കുന്നല്ല. ഇത് കഴിഞ്ഞോട്ടെ, ഈ പ്രസംഗം കഴിഞ്ഞോട്ടെ ഞാൻ പറയാമെന്ന് പറയാം. അതിനിങ്ങനെയല്ല. ഒരു സമുന്നത സ്ഥാനത്തിരിക്കുന്നയാൾ ഒരു സാധാരണക്കാരൻ്റെ ഒരു ചോദ്യം വരുമ്പോൾ ഇത്ര വയലൻ്റ് ആണോ, ഇത്ര ക്ഷുഭിതനാകണോ? ഉള്ളിലെ പിണറായി പുറത്തു അത് തന്നെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ. അത് തന്നെ യഥാർത്ഥ പിണറായി പുറത്തു പോകുന്നു. ഈ തെരഞ്ഞെടുപ്പിന്റെ കളത്തിൽ SDP വെൽഫെയർ പാർട്ടി പോലെയുള്ള പാർട്ടികൾ കാര്യമായി കളത്തിലില്ല. അവർ UDF-നെ സഹായിക്കുക എന്നുള്ള തന്ത്രത്തിന്റെ ഭാഗമാണതെന്ന് പറയപ്പെടുന്നത്. ഞങ്ങളുമായിട്ടൊരു ധാരണയില്ല. LDF-നെ സഹായിക്കുന്നതാണെന്നും പറയപ്പെടുന്നുണ്ട്. ഈ തളിപ്പറമ്പിലും പയ്യന്നൂരിലും ഒക്കെ പാർട്ടി പ്രാദേശിക തലത്തിൽ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു പരിഹരിച്ചു. അതൊക്കെ DCC പ്രസിഡന്റ് നന്നായിട്ട് കൈകാര്യം ചെയ്ത് പരിഹരിക്കും. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫാണ് മാധ്യമങ്ങളെ കണ്ടത്. രാഹുൽ ഗാന്ധിക്കെതിരെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണം ഉന്നയിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ആരോപണം CPIM BJP ഡീലിന്റെ ഭാഗം എന്ന് പറയുന്നു. അതുപോലെ തന്നെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പൊതുസമ്മേളനത്തിൽ പാർട്ടി പ്രവർത്തകൻ ചോദിച്ചതിനെല്ലാം അതിരൂക്ഷമായി തന്നെ മുഖ്യമന്ത്രി നൽകിയ മറുപടിയെല്ലാം അതിരൂക്ഷമായി തന്നെ വിമർശിക്കുന്നു സണ്ണി ജോസഫ്.